കോൺഗ്രസ് കൊണ്ടുവന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൻരേഗ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് മോദിയും കൂട്ടരും. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, മറിച്ച് സ്ഥലങ്ങളുടെ പേര് മാറ്റുക, കോൺഗ്രസ് കൊണ്ടുവന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളുടെ പേര് മാറ്റുക, അങ്ങനെ പേര് മാറ്റി ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം, രൂപയുടെ വില കുത്തനെ ഇടിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വിലയിടിഞ്ഞ കറൻസിയായി മാറിയത്, സാമ്പത്തിക രംഗം മുരടിച്ചത് എന്നിങ്ങനെയുള്ള ജനങ്ങളെ ബാധിക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോഴാണ് ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം നീർന്ന പ്രശ്നങ്ങളിൽ നിന്ന് തിരിക്കുന്നതിന് വേണ്ടി വന്ദേ മാതരത്തെക്കുറിച്ച് പാർലമെന്റിൽ ഡിബേറ്റ് നടത്തുന്നത്. അപ്പോൾ രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രശ്നങ്ങളുടെ രൂക്ഷത പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതുമാത്രം പോരാ, അടുത്ത ശ്രദ്ധ തിരിക്കൽ തന്ത്രം വേണം എന്ന് അവർ മനസ്സിലാക്കി. അപ്പോഴാണ് പുതിയ അടവുമായി എത്തിയത്. മൻരേഗയെ പൂർണ്ണമായി നശിപ്പിക്കുക, അതിൻ്റെ പേരിൽ എന്നിട്ട് റാം എന്ന് കൂട്ടിച്ചേർത്ത് മന്ദഭക്തരെ ഉലകം കൊള്ളിക്കുക. ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ മോദിയുടെയും കൂട്ടരുടെയും അന്തസ്സില്ലാത്ത വൃത്തികെട്ട കളികളെ ശക്തമായ വാക്കുകളിലൂടെ പ്രിയങ്ക ഗാന്ധി തുറന്നു കാട്ടി. അവരുടെ പാർലമെന്റിലെ വൈറലായ പ്രസംഗം പൂർണ്ണമായി മലയാളത്തിൽ നമുക്ക് കേൾക്കാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. आदरणीय अध्यक्ष महोदय जी, मैं नियम 72(1) के तहत इस विधेयक को पुनर्स्थापित करने पर अपनी सख्त आपत्ति दर्ज करना चाहती हूँ। महात्मा गांधी ग्रामीण रोजगार गारंटी कानून पिछले 20 सालों से ग्रामीण भारत को रोजगार देने में और ग्रामीण अर्थव्यवस्था को मजबूत बनाने में सक्षम रहा है. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, റൂൾ നമ്പർ 72A പ്രകാരം ഈ അവതരിപ്പിച്ച ബില്ലിനോടുള്ള എൻ്റെ ശക്തമായ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീൺ റോസ്ഗാർ യോജന പദ്ധതി കഴിഞ്ഞ 20 വർഷമായി ഗ്രാമീണ ഇന്ത്യയിൽ തൊഴിൽ നൽകുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുന്നതിനും ഉപകാരപ്രദമായി. ये एक इतना क्रांतिकारी कानून है कि जब इसको बनाया गया तो सदन के सभी राजनीतिक दलों ने इससे पूरी सहमति दी. इसके द्वारा 100 दिन का रोजगार इस देश के गरीब से गरीब लोगों को मिलता है, हमारे गरीब से गरीब भाई बहनों को. हम सब जनप्रतिनिधि हैं महोदय. जब हम अपने अपने क्षेत्रों में जाते हैं, आप भी जानते हैं, दूर दूर से हमें दिख जाता है कि मनरेगा का कौन मजदूर है. सबसे गरीब होता है, चेहरे पे झुर्रियाँ होती हैं, हाथ मिलाए तो सर हाथ पत्थरों की तरह. हाँ सर, मैं कर रही हूँ, पहुँच रही हूँ, मुझे पहुँचने दीजिए. एक मिनट लूंगी, मुझे पहुँचने दीजिए. सर, उनके हाथ पत्थरों की तरह कठोर होते हैं क्योंकि इतनी मजदूरी करते हैं. ഇത് എത്ര വിപ്ലവകരമായ നിയമമാണെന്നുള്ളതിൻ്റെ തെളിവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിപൂർണമായി അന്ന് ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിനോട് യോജിച്ചത്. ഇതുവഴി രാജ്യത്തെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ലഭിക്കുന്നതിന് കാരണമായി. നമ്മൾ എല്ലാവരും ജനപ്രതിനിധികളാണ്. നമ്മുടെ മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ അകലെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മൻരേഗ തൊഴിലാളികൾ ആരാണ് എന്നുള്ളത്. ഏറ്റവും പാവപ്പെട്ടവർ, മുഖത്ത് ചുളിവുകൾ വീണവർ, കൈകൾ കൊടുക്കുമ്പോൾ അവരുടെ കരങ്ങൾ കല്ലുപോലെ ഇരിക്കും. ഇത് പറയുമ്പോൾ സ്പീക്കർ തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നത്, ഞാൻ അതിലേക്കാണ് എത്തുന്നത്, അതിന് എന്നെ അനുവദിക്കൂ എന്നാണ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എത്താം. അവർ ഇത്രയധികം പണി ചെയ്തതിനാൽ അവരുടെ കരങ്ങൾ കല്ലുകൾ പോലെ കഠിനമാണ്. तो सर, मेरा जो इस बिल पर ऑब्जेक्शन है, सर ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है. मतलब जहाँ जहाँ रोजगार की मांग है वहाँ इस योजना द्वारा 100 दिनों का रोजगार अनिवार्य है, देना अनिवार्य है. ഈ ബില്ലിനോടുള്ള എൻ്റെ എതിർപ്പിന് കാരണം പഴയ ബില്ലിൽ ആളുകൾക്ക് തൊഴിൽ ഒരു ഗ്യാരണ്ടിയായി ആയിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ ബില്ല് ഡിമാൻഡ് അനുസരിച്ച് തൊഴിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് മൻരേഗ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് 100 ദിവസം നിശ്ചിത കൂലിയോടെ കൂടിയുള്ള തൊഴിൽ അധികമായി നൽകിയിരുന്നു. അത് അവരുടെ അധികാരമായിരുന്നു. എന്നാൽ സംഘി സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ല് തൊഴിൽ അവരുടെ അവകാശമായിരുന്നു എന്നുള്ളത് മാറ്റി ആവശ്യമനുസരിച്ച് എന്നാക്കി മാറ്റി. അതായത്
മൻരേഗയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി എന്ന് സാരം. പ്രിയങ്ക തുടരുകയാണ്. അതായത് തൊഴിലിന്റെ ആവശ്യം എവിടെയുണ്ടോ അവിടെ 100 ദിവസത്തെ തൊഴിൽ നൽകണം. इसके साथ साथ केंद्र से इसके लिए जो पूंजी जाती है वो भी मांग पर आधारित होती है, यानी कि इस योजना के लिए जितने पैसे जहां भेजने हैं, कितने भेजने हैं, वह जमीनी परिस्थितियों पर आधारित होता है और मांग के आधार पर निर्धारित होता है. പുതിയ ബില്ലിൽ കേന്ദ്രവിഹിതം ഡിമാൻഡിന് അനുസരിച്ച് ആയിരിക്കും എന്ന് ആക്കിയിരിക്കുന്നു. അതായത് ഈ പദ്ധതി പ്രകാരം ഉപയോഗിക്കേണ്ട പണം എവിടെ ഉപയോഗിക്കണം, എത്ര പണം ചെലവഴിക്കണം എന്നുള്ളത് ഗ്രൗണ്ട് കണ്ടീഷൻസിനെ ആശ്രയിച്ചിരിക്കും. അത് തീരുമാനിക്കുന്നത് ഡിമാൻഡിനെ ആശ്രയിച്ച് ആയിരിക്കും. सर, इस विधेयक की अनुसूची 1 में उपनियम 4(1) और 4(2) द्वारा केंद्र को इजाजत दी गई है कि वे पहले से ही निर्धारित कर लें कि कितनी पूंजी कहां भेजी जाएगी. इससे संविधान के 73वें संविधान संशोधन को नजरअंदाज किया जा रहा है. ഈ ബില്ലിന്റെ സ്കെഡ്യൂൾ 1ന്റെ ഉപനിയമങ്ങൾ 41, 42 അനുസരിച്ച് കേന്ദ്രത്തിന് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കും എത്ര പണം എവിടെ ചെലവഴിക്കണം എന്നുള്ളത്. അതുവഴി ഭരണഘടനയുടെ 73ാം ഭേദഗതിയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. इसके जरिए ग्राम सभाओं को इस योजना की मांग की जमीनी परिस्थितियों के आधार पर तय करने का पूरा अधिकार दिया जाता था. आज वो अधिकार कमजोर किया जा रहा है. सर, आखिर बात है, एक मिनट, जब आप इस पे पूरी डिटेल चर्चा हो तो आप डिटेल बोलना. इस पे आपकी पार्टी शुरुआत है सर, अभी शुरुआत है. പഴയ ബില്ലിൽ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് ഗ്രാമസഭകൾക്ക് ആവശ്യം എവിടെയാണോ ഉള്ളത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പരിപൂർണ അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അധികാരത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും സ്പീക്കർ തടസ്സപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു തുടക്കത്തിലെ സംസാരം മാത്രമാണ്. അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന്. सर, जो हमारे संविधान की जो मूल भावना है कि हर एक व्यक्ति के हाथों में शक्ति होनी चाहिए, वही मूल भावना पंचायती राज में है और उस मूल भावना के विरोध है ये जो अधिनियम जो ये विधेयक आ रहा है. सर, इस विधेयक के जो प्रबंधन है जिससे रोजगार का जो अधिकार है, कानूनी अधिकार है, वो कमजोर हो रहा है, वो हमारे संविधान के विपरीत है. सर, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് അധികാരം ഓരോ ജനങ്ങളുടെയും കൈകളിൽ ആയിരിക്കണം എന്നത്. ആ അടിസ്ഥാന തത്വമാണ് പഞ്ചായത്തി രാജിലുള്ളത്. അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഈ ബിൽ. ഈ ബില്ല് നിയമപ്രകാരം തൊഴിൽ അവകാശം നൽകിയിരുന്നത് ദുർബലപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. सर, ये हमारे इसी सदन ने ये कानून बनाया और इसी सदन ने ये अधिकार जनता को दिया है. ओके. सर, एक और है. सर, महात्मा गांधी मनरेगा में 90% अनुदान केंद्र से आता था. इस विधेयक द्वारा ज्यादातर प्रदेशों में अब 60% आएगा. इसको घटाया गया है. നമ്മുടെ ഈ സഭയാണ് ഈ ബിൽ ഉണ്ടാക്കിയതും ജനങ്ങൾക്ക് അധികാരം നൽകിയതും. ഒരു കാര്യം കൂടി, മഹാത്മാഗാന്ധി മൻരേഗയിൽ 90% ഗ്രാന്റ് കേന്ദ്രത്തിൽ നിന്നാണ് വന്നത്. ഈ ബിൽ പ്രകാരം ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കേന്ദ്ര വിഹിതം 60% വെട്ടിച്ചുരുക്കി. सर, इससे प्रदेशों की अर्थव्यवस्था पर बहुत भार होगी और खास तौर से ये वे प्रदेश जिनकी अर्थव्यवस्था पहले से ही केंद्र की ओर से जीएसटी के बकाये के इंतजार में है. ओके, माननीय सदस्य. सर, इस विधेयक द्वारा केंद्र का नियंत्रण बढ़ाया जा रहा है और जिम्मेदारी घटाई जा रही है. ഇത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ആഘാതം ഏൽപ്പിക്കും. പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് GSTയുടെ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട GST വിഹിതം നൽകുന്നില്ല. അതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതിയുടെ 40% കൂടി ഈ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് സംഘികളുടെ ബില്ല് പറയുന്നു. അപ്പോൾ സ്പീക്കർ വീണ്ടും തടസ്സപ്പെടുത്തുകയാണ്. പ്രിയങ്ക തുടരുന്നു. ഈ ബില്ലനുസരിച്ച് കേന്ദ്രത്തിന്റെ നിയന്ത്രണം വർദ്ധിക്കുകയും റെസ്പോൺസിബിലിറ്റി കുറയുകയും ചെയ്യുന്നു. सर, जो 100 दिन का अधिकार आपने 125 करने की बात की है, लेकिन इसमें वेतन की बढ़ोतरी,
आपकी जो मजदूरी की बढ़ोतरी है इसकी कोई बात नहीं है। माननीय सदस्यों, सर ये सही बात है कि अभी तक जो बकाया है वो ही पूरा नहीं हुआ है। माननीय सदस्यगणों, 100 ദിവസം തൊഴിൽ എന്നുള്ളത് 125 ദിവസമായി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. എന്നാൽ ഇതിൽ കൂലി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല. മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിന്മേൽ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള ബാക്കി നിൽക്കുന്ന തുക ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെയും നാണമില്ലാതെ 100% പാർഷ്യലായി പെരുമാറുന്ന സ്പീക്കർ തടസ്സപ്പെടുത്തുകയാണ്. मैं आपसे सर आग्रह कर आखिरी बात ये है सर कि हर योजना का नाम बदलने की जो सनक है ये समझ में नहीं आती है। सर जब ये किया जाता है तो सरकार केंद्र को पैसे खर्चने पड़ते हैं। माननीय सदस्यों, मैं आपसे आग्रह करता हूं, ये सर आप पोस्टर रख दे नीचे। मैं ये रख दूं? नहीं, आप पीछे वाले माननीय सदस्य, आप 72 में नियम में विरोध कर दें आप। അപ്പോൾ പ്രിയങ്ക പറയുന്നത് അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പദ്ധതികളുടെയും പേര് മാറ്റാനുള്ള ഈ ഭ്രാന്തമായ ആവേശം എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോഴൊക്കെ ഇത് ചെയ്യുന്നുവോ സർക്കാരിന്, കേന്ദ്രത്തിന് അതിനുവേണ്ടി മാത്രമായി തന്നെ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. വീണ്ടും തടസ്സപ്പെടുത്തുകയാണ് സ്പീക്കർ. 72ാം ഭരണഘടനാ ഭേദഗതിയിൽ എതിർപ്പ് അവതരിപ്പിക്കാനെന്ന് പറയുകയാണ്. വീണ്ടും പ്രിയങ്ക തുടരുകയാണ്. सर आखिरी पॉइंट है कि बिना चर्चा के, बिना इस सदन की सलाह लिए इस तरह से जल्दी में विधायक को पास नहीं होना चाहिए। सर ये विधेयक वापस लिया जाना चाहिए। इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए। खत्म करूं? महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर। नो, सर इस पूरे देश की यही भावना है। नो, माननीय സാർ, അവസാനത്തെ പോയിന്റ്, ചർച്ച കൂടാതെ, ഈ സഭയുടെ ഉപദേശം കൂടാതെ ഈ ബില്ല് തിരക്കിട്ട് പാസ്സാക്കരുത്. ഈ ബില്ല് പിൻവലിക്കണം. ഇതിനു പകരമായി ഗവൺമെന്റ് പുതിയൊരു ബിൽ അവതരിപ്പിക്കണം. അപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ഒച്ചയിടുകയാണ്, മഹാത്മാഗാന്ധി എന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, എന്നാൽ എന്റെ കുടുംബം പോലെയാണ്. അതുപോലെ രാജ്യത്തിന് മൊത്തം ഇതേ വികാരമാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ളത്. നോ, അങ്ങനെയല്ല എന്ന് സ്പീക്കർ. എന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് പോലും അറിയില്ല. सर आखिरी बात ये है कि गहन जांच पड़ताल और व्यापक चर्चा के लिए इसे कम से कम स्थायी समिति के पास भेजा जाना चाहिए और कोई विधायक किसी की निजी महत्वाकांक्षा, सनक और पूर्वाग्रहों के आधार पर न तो पेश होना चाहिए और न ही पास होना चाहिए। സാർ, അവസാന കാര്യം, വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വേണ്ടി ഈ ബില്ല് ഏറ്റവും കുറഞ്ഞത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കണം. അതുപോലെ ഒരു പാർലമെന്റ് അംഗവും സ്വന്തം കാര്യത്തിന് വേണ്ടിയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയോ മുൻവിധിയാലോ അവതരിപ്പിക്കുകയോ പാസ്സാക്കുകയോ ചെയ്യാൻ പാടില്ല. സംഘികൾക്ക് മഹാത്മാഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ അലർജിയാണ്. എന്നാൽ നേരിട്ട് ഗാന്ധിജിയെ എതിർക്കുന്നതിന് പകരം ഗാന്ധിജിയെ മാറ്റി റാം എന്ന് ചേർത്താൽ ഭക്തന്മാർക്ക് തൃപ്തിയാകുമെന്ന് അവർക്കറിയാം. അതിനാലാണ് മൻരേഗയുടെ അടിസ്ഥാന തത്വങ്ങൾ മൊത്തം നശിപ്പിക്കുന്ന, ആ പദ്ധതിയെ തന്നെ നശിപ്പിക്കുന്ന ഈ ബില്ല് സഭയിൽ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക നട്ടെല്ല് ഇത് ഒടിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കൃത്യമായി തന്നെ അത് അവരുടെ മുഖത്ത് നോക്കി വ്യക്തമാക്കി കൊടുത്ത പ്രിയങ്ക ഗാന്ധിയെ അഭിനന്ദിക്കാതെ തരമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?